പെയറിംഗ് നെക്ലസ് ഞാൻ എന്റെ പഴയ വീഡിയോയിൽ പോലും കാണിച്ചിരുന്നില്ല. അപ്പൊ അതിന് ഉപകാരം എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പൊ നമുക്ക് കല്യാണങ്ങൾക്കും അല്ലെങ്കിൽ എൻഗേജ്മെന്റിനും ഒക്കെ കുറച്ച് വീതി കൂടിയ നെക്ലസ് ഇടാനാണ് താല്പര്യം അല്ലെ. അത് കഴിഞ്ഞ് നേരെ ആ ഒരു നെക്ലസ് നേരെ ലോക്കറിലോട്ട് പോകും. പിന്നെ അത് വല്ല ഫംഗ്ഷൻ വന്നാലോ അല്ലെങ്കിൽ അത് ഇടണോ എന്ന് നമ്മൾ ഒരു വട്ടം കൂടെ ചിന്തിക്കും. അങ്ങനത്തെ ഒരു പ്രശ്നത്തിന് പരിഹാരമൊക്കെ ആയിട്ടാണ് ഈ പെയറിംഗ് നെക്ലസ്. ഈ രണ്ട് കുഞ്ഞു നെക്ലസുകളാണ്. അതിന് ഞാൻ പെയർ ചെയ്തവിടെ നിർത്തിയിട്ടുണ്ട്. പെയറിംഗ് നെക്ലസ് എന്ന് പറയുമ്പോൾ ഒരിക്കലും മാച്ച് ആവാത്ത കുറെ നെക്ലസുകൾ എടുത്തു വെച്ച് കഷ്ടപ്പെട്ട് പെയർ ചെയ്തതല്ല, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് പെയർ ആവുന്ന നെക്ലേസ് ആണ് ഞാനൊന്ന് പെയർ ചെയ്ത് നിങ്ങളെ കാണിക്കുന്നുണ്ട്. വെയിറ്റും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. ചേട്ടാ ഒന്ന് ക്ലിയർ ആയിട്ട് കാണിച്ചു. നമ്മൾ ഇന്ന് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പെയറിംഗ് നെക്ലസിന്റെ വെയിറ്റ് ഉൾപ്പെടെ ഞാൻ പറഞ്ഞു കൊടുക്കാം. അത് കാണുമ്പോൾ നിങ്ങൾക്ക് സിംഗിൾ നെക്ലസ് ആയിട്ടല്ലേ തോന്നുക, പക്ഷേ ഇത് നോക്കി നല്ല അടിപൊളിയായിട്ടുള്ള പെയറിംഗ് നെക്ലസ് ആണ്. രണ്ട് നെക്ലസ് ആണത്. ഈ മുകളിലിരിക്കുന്നത് 14 ഗ്രാംസും താഴെയുള്ളത് 37 ഗ്രാമാണ് വരുന്നത്. ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഗ്രീനും റെഡും കൂടെ നമ്മൾ പെയർ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ മുകളിലുള്ള നെക്ലസ് ആണെന്നുണ്ടെങ്കിൽ 16 ഗ്രാമും താഴെയുള്ളത് 24 ഗ്രാം. ഇതേണ്ടോ ഇങ്ങനെയാണ് ഇതിരിക്കുന്നത്. കറക്റ്റ് ആയിട്ട് ഇടുവാണെന്നുണ്ടെങ്കിൽ ബ്യൂട്ടിഫുൾ ആയിട്ട് പെയറിംഗ് നെക്ലസ് ആയിട്ട് തന്നെ കിടക്കും കേട്ടോ. അതുപോലെ തന്നെ ഈ കാണുന്നത് വെറും 14 ഗ്രാമാണ്. അതിന്റെ തൊട്ട് താഴെയുള്ളത് 20 ഗ്രാമാണ് വരുന്നത് കേട്ടോ. പിന്നെ ഇപ്പുറത്ത് ഞാൻ ഗ്രീനും അതുപോലെ റെഡും കൂടെ പെയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് ഹെവിയാണ്. 29 ഗ്രാംസ് ആണ് ഈ ഒരു നെക്ലസിന്റെ വെയിറ്റ് വരുന്നത്. ഇതൊരു 33 ഗ്രാംസ് ആണ്. ഇത് മാത്രമല്ല ഒത്തിരി സിമ്പിൾ ആയിട്ടുള്ള സ്റ്റോണിന്റെ നെക്ലസ് ഞാൻ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നെക്ലസ് ഉണ്ട്. ഇതൊക്കെ ഒരു 17 ഗ്രാമേ വരുന്നുള്ളൂ. ഇത് റിയൽ റൂബി ആണ് കേട്ടോ. സിംഗിൾ ലെയറിൽ കിടക്കുന്ന 17 ഗ്രാമിന്റെ റിയൽ റൂബിയുടെ നെക്ലസ് ആണ്. പിന്നെ ബാക്കി ക്യൂബിക് സിർക്കോൺ സ്റ്റോൺസ് ആണെങ്കിലും റെഡ് ആണെങ്കിലും അങ്ങനത്തെ ഒത്തിരി റൂബി എമറാൾഡ് ഒക്കെ വെച്ചിട്ടുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒത്തിരി നെക്ലസ് ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം എക്സ്ക്ലൂസീവ് കളക്ഷൻ. ഏത് ഡ്രസ്സിനും മാച്ചായി പോകുന്ന രീതിയിലുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻസ് ആണ്. അപ്പൊ ഈ കളക്ഷൻസ് എല്ലാം അവൈലബിൾ ആയിട്ടുള്ളത് എവിടെ അറിയാലോ, നമ്മുടെ മദേഴ്സ് ഗോൾഡിന്റെ അൽക്കിസൈസ് ഷോപ്പിൽ ഇപ്പൊ മാത്രം എത്രയും വൈകാതെ എത്രയും പെട്ടെന്ന് നമ്മൾ ഷാർജ സഫാരി മാളിലോട്ടും വരുന്നതായിരിക്കട്ടെ. സോ സ്റ്റേ ട്യൂൺഡ്.